അപ്പുറത്ത് ഇങ്ങനെ നോക്കുക ഏതെങ്കിലും ആൾക്കാരെ ഉണ്ടോ അല്ലേ. ഇപ്പൊ ഇന്ന് ഏതോ ഒരു ചങ്ങാരെ കൊണ്ടുവന്നില്ലല്ലോ. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണിത്? നിങ്ങൾ ആദ്യം കൊണ്ടുവരുന്നത് ആർക്കെതിരെയാണ്? AP അബൂബക്കർക്കെതിരല്ലേ. കുട്ടിയസം താഴ്മിൻ്റെ കഴിഞ്ഞ് ഇന്നിപ്പോൾ ഏതോ ഒരു ഫൈസി അടിവാരം ഫൈസി പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നു. അപ്പം അയാൾ എന്താ പറയണത്? അയാൾ പറയുന്നത് ഞാൻ 81 കാലങ്ങളിൽ അവർ നേതൃത്വം നൽകുന്ന കുത്തുബിയത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. അപ്പം ആ കാലത്ത് തന്നെ കുത്തുബിയത്ത് പെട്ടെന്ന് വന്നതല്ല. അന്ന് തന്നെ കുത്തുബിയത്തും മുഹിയുദ്ദീൻ ഷെയ്ഖ് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്, വരുന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പണ്ടുങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, ഷെയ്ഖുനാക്കെതിരെ ഒരു ആരോപണം കൊണ്ടുവന്നിരുന്നു. അതായത് കുത്തുബിയത്ത് ഇങ്ങനെ നടക്കുമ്പോൾ മഹാന്മാർ വന്നു എന്ന് അറിയിക്കാൻ വേണ്ടി കുത്തുബിയത്തിൻ്റെ അടിയിൽ കൂടി ഫാനിൻ്റെ മുകൾക്ക് അത്ര ഒഴിച്ചു പറഞ്ഞ ഒരാൾ വന്നിരുന്നു. പറയുമ്പോൾ ഒരു വിടുമ്പോൾ ഒരു വായഞ്ഞ വിടൽ വിടണ്ടേ. കുത്തുബിയത്ത് നടക്കേണ്ട അടിയിൽ ഫാനിൻ്റെ മുകളിൽ കാര്യം കണ്ട് ആരെങ്കിലും അത്ര ഒഴിക്കോ? ഇങ്ങനെയൊക്കെയുള്ള വിടൽസാണ് അന്ന് വിട്ട്. അത് നമ്മൾ തള്ളിക്കളഞ്ഞതാ. ഇതേപോലെ ഒരുത്തം വന്നിട്ട് പറയാണ് കുത്തുബിയത്ത് ഇങ്ങനെ നടക്കേണ്ട ഇടയിൽ ഞാനൊരു അത്തറ് വാങ്ങിപ്പോയിരുന്നിരുന്ന് അത്തറ് തേച്ചുകാണ്ട് ഒരു ഊത്താണ്ട് ഊതിയെന്നാണ്. അത്തറ് തേച്ചുകാണ്ട് ഊതിയെന്നാണ്. സംഗതി ഒരു ഊതലാണ് പറയണന്നെ. കാരണം ഈ അത്തറ് തേച്ചുകാണ്ട് ഊതിയിട്ട് ഇപ്പം എന്താ കാര്യം? എനിക്കത് മനസ്സിലായില്ല. പറഞ്ഞാൽ ഊതിയാൽ എല്ലായിടത്തും ഇതിൻ്റെ ഇതാണ് പണി. കുത്തുബിയത്ത് നടക്കുമ്പോൾ കുരുത്തക്കേട് തട്ടിപ്പോയതാണ്. എല്ലാവരും ഇങ്ങനെ യാ ഗൗസ് യാ മുഹിയുദ്ദീൻ എന്ന് വിളിക്കുമ്പോൾ ഇവൻ്റെ പണി പോകുമ്പോൾ തന്നെ വിശ്വാസമല്ല. അതാണ് ഊതിന് പറഞ്ഞ് ഊതല അവിടെ യാ ഗൗസ് പറഞ്ഞ് പറയണ്ടേ. ആ ഊത്ത് നടന്നപ്പോൾ എന്തായി? ഇവൻ പറഞ്ഞത് എന്താ അറിയോ? ഈ അത്തറ് ഞാൻ തേച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓര് പറഞ്ഞു എന്ത് ഇങ്ങനെ കൈമുട്ടിയിട്ട് പിന്നെ ഗൗസുല്ലാദം വന്നിട്ടുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു, അവരോട് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ സ്മെല്ല് കിട്ടിയോന്ന് അവർ ചോദിച്ചത്രേ. അപ്പം ഇവൻ മനസ്സിലാക്കുകയാണെന്ത്, ഞാൻ തേച്ച അത്തറ് അതാണ് ഗൗസുല്ലാദമായിട്ട് ഓര് പറഞ്ഞത്. ഇച്ചങ്ങായി ഈ പണിയെടുത്തത് കൊണ്ട് യഥാർത്ഥ സ്മെല്ലാണ് വന്നത്, ഇവന് കിട്ടാതെ പോയി. അതാണ്ടായത്, അതിലേടെ ഉണ്ടായത്. ഓർക്ക് കിട്ടിയ ഒരു സ്പെഷ്യൽ അതിൻ്റെ സുഗന്ധവും അതിൻ്റെ ഒരു ആസ്വാദനവും ഉണ്ട്. അത് കൂടെ ഉള്ളവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഊതിന പണിയല്ലേ ഉള്ളത്. ഊതിന പണിയായപ്പോൾ തന്നെ ഇത് പിന്നെ കിട്ടൂലല്ലോ. ഓനും അവൻ്റെ അത്രയും അങ്ങനെ നിൽക്കുക. യഥാർത്ഥ സ്മെല്ല് വേറെ വന്ന് പോയിണ്ടാവും. ഒരു കഥയില്ലാത്ത കുറേ എണ്ണത്തിന് ഇറക്കും. ഒരു കാര്യങ്ങളോട് പറഞ്ഞോട്ടെ, ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടും കേട്ടിട്ടുമാണ് മശായിഖ് വരുന്നുള്ളത്. നിങ്ങളെ ഈ 4 ഏതെങ്കിലുമൊക്കെ ഞഞ്ഞാമിഞ്ഞ വർത്താനം കേട്ട് ഭയപ്പെടുന്നവരല്ല അവർ. മനസ്സിലായോ? അത്തർ ഒഴിക്കുക, ഇങ്ങോട്ടാക്കുക, അങ്ങോട്ടാക്കുക. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ആ കഥകളും ചരിത്രങ്ങളൊക്കെ കഴിഞ്ഞ് കടന്നാണ് അവർ വരുന്നത്. അവരെ കൂടെ കൂടിയവർ യുദില്ലു ബിഹി കസീറ വയഹ്ദീ ബിഹി കസീറ. കൂടുതൽ ആളുകൾ നാശാവും, കുറച്ചാളുകൾ നന്നാവും. ആകെ സ്വഹാബത്തിന്റെ അവിടെ മുതലുള്ള ചരിത്രം അങ്ങനെയാണ്. അതൊന്നും വെച്ച് മശായിഖിനെ അളക്കാൻ നോക്കണ്ട. നിങ്ങൾക്ക് ആദ്യം തന്നെ വരുന്ന ആൾക്കാരനത് ഉൾക്കൊള്ളാൻ കഴിയണമില്ല. പിന്നെ എങ്ങനെ ശരിയാവാൻ ഞങ്ങൾ? അതുകൊണ്ട് ചരിത്രമൊക്കെ പഠിച്ച് നന്നായിട്ട് വരി. ഇവര് പോകുമ്പോൾ തന്നെ കള്ളം പറയാൻ വിചാരിച്ചിട്ടാ പോണ്. പേരോട് പറയുന്നുണ്ട്, വടകര ഓരോരുത്ത് പോയ സംഭവം. വടകര ഓരോരുത്ത് പോകുമ്പോൾ തന്നെ കള്ളത്തരം പറഞ്ഞിട്ടാണ് അത്ര പോയത്. അത് അയാൾ തന്നെ ഒന്ന് പറയുന്നു, ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. ഒരു ദിവസം ഇരികണ്ടൂരിൽ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി ഞാനും വേറെ 2-3 ആളുകളും കൂടി വരികയാണ്. അപ്പോൾ റജബ് 27 ശേഷമാണ്, ശഅബാൻ ഫസ്റ്റിലോ അല്ലെങ്കിൽ 27 ശേഷം അവസാനത്തിലോ ആണ് പരിപാടി. അപ്പോ വരുന്ന സമയത്ത് റജബ് 27-26 മഹാനവറുകളുടെ നേർച്ചയാണ്. അവിടെ നേർച്ചയ്ക്ക് ശേഷം പരിപാടി വെച്ചത് അത് മഹാനവറുകൾ കിട്ടണമെന്നുള്ള നിർബന്ധത്തിന് വേണ്ടിയാണ് എന്ന് പറയാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. കാര്യം പറഞ്ഞാൽ കാന്തപുരം ഉസ്താദിന്റെ ഡേറ്റ് കിട്ടിയതിനനുസരിച്ച് വെച്ചതാണ്. ഞാൻ പറഞ്ഞു ചിലപ്പോൾ പൊളിയും. അങ്ങനെ നേരെ കയറി വന്നു പള്ളിയിലുണ്ട്. അസ്സലാമു അലൈക്കും, കള്ളത്തിനൊന്നും പറയണ്ട, വഅലൈക്കും അസ്സലാം. മറുപടി അങ്ങനെയാണ്. അങ്ങനെ എന്നോട് പറയുള്ളൂ. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ കള്ളത്തരൊന്നും പറയണ്ട, വഅലൈക്കും അസ്സലാം. ഇത് കള്ളത്തരം പറഞ്ഞ ടീമാണ്. ആരോട് കള്ളത്തരം പറഞ്ഞാൽ ഔലിയാക്കന്മാരോട് കള്ളത്തരം പറയും ആരെങ്കിലും. ഞങ്ങൾ ഡേറ്റ് ഇങ്ങൊക്കെ സൗകര്യത്തിനാക്കിയതാണ്, APLR സൗകര്യത്തിനാക്കിയത് യഥാർത്ഥത്തിൽ.
ഒരു വിടൽ വിട്ടിട്ട് ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടേ. അതാണ് അസ്സലാമു അലൈക്കും, കള്ളത്തരം പറയണ്ട, വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം വേറെ ആരോടെയും പറഞ്ഞിട്ടുണ്ടാവും. എന്താ ഇവരെ കഥ? ഈ ഒരു ലക്ഷ്യത്തിലാണ് ഔലിയാക്കന്മാരെ എടുത്തു പോയത്. കുത്തുബിയത്തിന് പോയാൽ അവിടെ യാവത്ത് എന്ന് വിളിച്ച് ചെല്ലാന്നല്ലാതെ അവിടെ പിന്നെ ഊതന പണിയെടുക്കുക. അയ്യാതി ഊതൽ കൊണ്ടൊന്നും നടക്കാൻ പോണില്ല. എല്ലാം പറയും ഊതൽ അവിടെ നിർത്തിയിട്ട് ഓരോന്നിൻ്റെ ഇറക്കുമതി ചെയ്യാം. അതുകൊണ്ടൊന്നും തൽക്കാലം രക്ഷപ്പെടൂല. ചരിത്രം സാക്ഷിയാണ്. മശായിഖന്മാരെന്ന് പറയുന്നത് അള്ളാഹു അവരെ സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ച് ഇറക്കുന്നതാണ്. ഈ കള്ളത്തരങ്ങൾ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഹക്ക് വെളിപ്പെടും. ആളുകൾക്ക് മുഴുവനും അവരെ മനസ്സിലാവും. അള്ളാഹു ആ നൂറിനെ ഇവിടെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അതിന്റെ ഒന്നാമത്തെ സാക്ഷിയായി ആരനുണ്ട്? കാന്തപുരം ബക്കർ മുസ്ലിയാരനുണ്ട്. നിങ്ങൾ എന്താ